ബാർ ലൈസൻസ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ നൽകിയ ഹർജി തള്ളിയിരിക്കുന്നു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, എന്ത് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിജിലൻസ് കോടതി ഹർജി തള്ളിയിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ. കോടനാട് 5 സ്റ്റാർ ഹോട്ടലിന് ബാർ ലൈസൻസ് അനുവദിച്ചതിനെതിരെയുള്ള ഹർജിയാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ പരിഗണനയ്ക്ക് ഇന്ന് വന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസിൽ വിശദമായ വാദം കേട്ടിരുന്നു. ഇന്ന് വിധി പറയാൻ വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് കേസ് പരിഗണിച്ച കോടതി ഹർജി തള്ളുന്നതായി അറിയിക്കുകയായിരുന്നു. ഈ പ്രസ്തുത ബാറിന് ലൈസൻസ് അനുവദിച്ചതിൽ അഴിമതിയും ക്രമക്കേടും ക്രിമിനൽ ഗൂഢാലോചനയും നടന്നുവെന്ന് ആരോപിച്ചാണ് കോടനാട് സ്വദേശിയായ ഒരാൾ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നത്. ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, എക്സൈസ് മന്ത്രി ടി.പി. രാധാകൃഷ്ണൻ, ചീഫ് സെക്രട്ടറി എസ്.എം. വിജയാനന്ദ്, എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് തുടങ്ങി 8 പേരെ പ്രതികളാക്കിയായിരുന്നു കേസെടുക്കണം, അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി സമർപ്പിച്ചിരുന്നത്. പക്ഷേ ഇന്ന് കോടതിയിലെത്തിയപ്പോൾ ഈ ഹർജിയിൽ വിധി പറഞ്ഞുകൊണ്ട് കോടതി ഈ ഹർജി തള്ളുന്നതായി അറിയിക്കുകയായിരുന്നു. ഇതിന്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. പെരുമ്പാവൂർ കോടനാട് ന്യൂലാൻഡ് ഹോട്ടലിന് 5 സ്റ്റാർ പദവി ലഭിച്ചിരുന്നു. അതിനെ തുടർന്ന് FL3 ലൈസൻസ്, ബാർ ലൈസൻസിന് വേണ്ടി ഇവർ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഈ കോടനാട് ഗ്രാമപഞ്ചായത്ത് ഇവർക്ക് നൽകിയിരുന്ന NOC ഹൈക്കോടതി ഇതിനിടെ സ്റ്റേ ചെയ്തു. ആ സ്റ്റേ നിലനിൽക്കെ തന്നെ എക്സൈസ് വകുപ്പ് ഇവർക്ക് ബാർ ലൈസൻസ് അനുവദിക്കാൻ തത്വത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു. ഇത് അഴിമതിയും സ്വജനപക്ഷപാതവും ക്രിമിനൽ ഗൂഢാലോചനയും നടത്തിയതാണ് എന്ന് ആയിരുന്നു ഹർജിക്കാരന്റെ വാദം. പക്ഷേ ഈ വാദങ്ങളിൽ കഴമ്പില്ല എന്ന് കണ്ട് വിജിലൻസ് കോടതി ഇത് തള്ളുകയാണ് ഉണ്ടായത്. ഇപ്പോൾ മാത്രമാണ് ഇതിന്റെ വിധി പുറത്തു വന്നിട്ടേ ഉള്ളൂ. പക്ഷേ വിധിയുടെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അല്പസമയത്തിനകം തന്നെ എന്ത് കാരണമാണ് ഇക്കാര്യത്തിൽ ജഡ്ജിമെന്റിൽ ജഡ്ജി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നതെന്ന് അല്പസമയത്തിനകം തന്നെ നൽകാൻ കഴിയും. എന്തായാലും വലിയ രീതിയിലുള്ള ആരോപണങ്ങളായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെയും ഒപ്പം ടി.പി. രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കെതിരെയും ഒക്കെ ഉന്നയിച്ചിരുന്നത്. ഇത്തരത്തിൽ ആരോപണങ്ങൾക്ക് കഴമ്പില്ല എന്ന് നിലവിൽ വ്യക്തമായിരിക്കുന്നു ഈ ഒരു ഹർജി തള്ളിയതോടുകൂടി. എന്തായാലും ആരോപണം ഉന്നയിച്ചവരുടെയൊക്കെ വാ മൂടിക്കെട്ടാനായി എന്ന് വേണ്ട പറയാൻ. തീർച്ചയായിട്ടും LDF സർക്കാർ സംസ്ഥാനത്ത് അനുവദിച്ച ആദ്യ ബാർ ലൈസൻസ് ആണിത്. ഇതിന് ഈ വർഷങ്ങളായി ഈ ബാറിൽ ബിയർ വൈൻ പാർലർ പ്രവർത്തിച്ചു വന്നിരുന്നു. ഇവർ 5 സ്റ്റാർ പദവിക്ക് കേന്ദ്ര സർക്കാരിന്റെ ടൂറിസം മന്ത്രാലയത്തിന് അപേക്ഷ നൽകുകയും അത് അനുവദിച്ചു വരികയും ചെയ്തു. ഇതിനിടയിലാണ് ഇവർ 5 സ്റ്റാർ ബാറിന് ബാർ ലൈസൻസിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചത്. ഈ അപേക്ഷ സ്വാഭാവികമായും എക്സൈസിന്റെ പരിശോധനയ്ക്ക് വന്നു. ഇതിനിടയിൽ ഇവർ കോടനാട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് NOC നേടിയിരുന്നു, ബാർ ലൈസൻസ് അനുവദിക്കുന്നതിൽ തടസ്സമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ആ NOC ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു 2013. എന്നാൽ 2016 സെപ്റ്റംബറോടുകൂടി ഈ സ്റ്റേ നിലനിൽക്കെ തന്നെ ബാർ ലൈസൻസ് ഇവർക്ക് അനുവദിക്കുന്നതായി തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതായിരുന്നു ഇവരുടെ വാദം. പക്ഷെ കോടതി ഇത് അംഗീകരിച്ചിട്ടില്ല. കാരണം 2016 ഒക്ടോബർ 5 ഹൈക്കോടതി ഈ സ്റ്റേ നീക്കം ചെയ്തിരുന്നു. ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല എന്ന നിഗമനമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ കോടതിയുടെ വിധിയുടെ പൂർണ്ണ രൂപം നമുക്ക് ലഭ്യമായിട്ടില്ല. അല്പസമയത്തിനും തന്നെ അത് സംബന്ധിച്ച് പൂർണ്ണ വിവരങ്ങൾ നൽകാൻ കഴിയും. എന്തായാലും സാലി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടത് സർക്കാർ അധികാരമേറ്റ ശേഷം നൽകിയ ആദ്യ ബാർ ലൈസൻസ്, അതുകൊണ്ട് തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ തിടുക്കം കൂട്ടിയവർ ഒരുപാടാണ്. അതിന് മറ്റൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നോക്കേണ്ടതല്ലേ? തീർച്ചയായും. കാരണം ഇത് ഏതെങ്കിലും തരത്തിലൊരു അന്വേഷണത്തിൽ ഉത്തരവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ രാജി ആവശ്യത്തിലേക്കും ഒക്കെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുമായിരുന്ന ഒരു കേസാണ് ഇപ്പോൾ കോടതി യാതൊരു തെളിവുമില്ല എന്ന് കണ്ട് തള്ളിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, LDFനും LDF സർക്കാരിനും ഇക്കാര്യത്തിൽ ഒരു വിധി തന്നെ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ ഒരു പ്രാഥമിക അന്വേഷണത്തിന് ഒരു ക്വിക്ക് വെരിഫിക്കേഷനെങ്കിലും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു നിർദ്ദേശം വന്നിരുന്നുവെങ്കിൽ അത് ഒരു തിരിച്ചടിയായി വ്യാഖ്യാനിക്കപ്പെടുമോ എന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രാജി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയരുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്. ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഒഴിവായിരിക്കുന്നു. ഈ കേസിൽ ഹർജിക്കാർ ഉന്നയിക്കുന്ന ഒരു വാദവും പ്രഥമ ദൃഷ്ടിയെ തന്നെ നിലനിൽക്കില്ലെന്ന് കണ്ട് വാദം കേട്ട ശേഷം കോടതി തള്ളുകയാണ് ഉണ്ടായത്. സൂചിപ്പിച്ചതുപോലെ ഏതായാലും രാഷ്ട്രീയമായി ഇക്കാര്യത്തിൽ ഉണ്ടാകുമായിരുന്ന വലിയൊരു കോളിളക്കം അല്ലെങ്കിൽ വലിയ കോലാഹലങ്ങൾ ഇതോടുകൂടി ഇല്ലാതായിരിക്കുന്നു എന്ന് തന്നെ പറയാം. സാലി, എന്തായാലും പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി എന്തായിരുന്നു കേസ്, ഒപ്പം കേസിന്റെ നാൾ വഴികൾ കൂടി ഒരിക്കൽ കൂടി. ഈ പെരുമ്പാവൂർ കോടനാടിന് ബാർ ലൈസൻസ് നൽകിയതുമായി ബന്ധപ്പെട്ട കേസാണിത്. കേസിന്റെ രൂപം ഇങ്ങനെയാണ്. ഹൈക്കോടതിയുടെ സ്റ്റേ നിലനിൽക്കെ തന്നെ
ഈ ഡ്യൂലാൻഡ് ഹോട്ടലിന് ബാർ ലൈസൻസ് നൽകാൻ സർക്കാർ തീരുമാനമെടുത്തു. ഈ തീരുമാനം അഴിമതി നിരോധന നിയമപ്രകാരം കുറ്റകരമാണ്. കാരണം സ്റ്റേ നിലനിൽക്കെ ആ പ്രസ്തുത ബാറിന് ലൈസൻസ് നൽകാൻ എടുത്ത തീരുമാനം നിയമപരമായി ശരിയല്ല. അതുകൊണ്ട് ആ തീരുമാനത്തിന് പിന്നിൽ അഴിമതി, അധികാര ദുർവിനിയോഗം, ക്രിമിനൽ ഗൂഢാലോചന, പൊതുജന സേവകൻ എന്ന പദവി ദുരുപയോഗം ചെയ്യൽ, വ്യാജരേഖ ചമയ്ക്കൽ, ഈ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് 8 പേർക്കെതിരെ ഈ PA ജോസഫ് എന്ന് പറയുന്ന കോടനാട് സ്വദേശി ഹർജി നൽകിയത്. ഏതായാലും അതിന്റെ ചരിത്രം കൂടി ഇങ്ങനെയാണ്. കൂവപ്പടി പഞ്ചായത്ത് 2013 മെയ്യിൽ ഇതിന് NOC നൽകി. ഇതേ ഹർജിക്കാരൻ തന്നെ ഹൈക്കോടതിയിൽ 2013 ഡിസംബറിൽ ഹൈക്കോടതിയിൽ പോയി പഞ്ചായത്ത് നൽകിയ NOC സ്റ്റേ ചെയ്തു. 2015 ഫെബ്രുവരിയിൽ ഈ ഹൈക്കോടതി തന്നെ ഈ സ്റ്റേ നീട്ടി നൽകി. ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ഈ സ്റ്റേ നിലനിൽക്കെ തന്നെ സർക്കാർ ഈ ഹോട്ടലിന് ബാർ ലൈസൻസ് നൽകാൻ തത്വത്തിൽ തീരുമാനമെടുക്കുകയും എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് അത് ഉത്തരവായി പുറത്തിറക്കുകയും ചെയ്തു. ഇതാണ് അഴിമതിയുടെ പശ്ചാത്തലം എന്ന് ഈ ഹർജിക്കാരൻ ആരോപിച്ചിരുന്നത്. പക്ഷെ ഇതിന് മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഈ ഉത്തരവ് വരുന്ന ദിവസങ്ങൾക്കകം തന്നെ 2016 ഒക്ടോബർ 5 ഹൈക്കോടതി ഈ സ്റ്റേ NOCക്ക് നൽകിയിരുന്ന സ്റ്റേ നീക്കുകയും ചെയ്തു. അതോടുകൂടി ബാർ ലൈസൻസ് അവർക്ക് ലഭ്യമാവുകയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കോടതി നടപടികളും ഈ ബാർ ഉടമയ്ക്ക് അനുകൂലമായി മാറുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപം 2016 ഒക്ടോബർ 5 സ്റ്റേ നിലനിൽക്കെ സെപ്റ്റംബർ 9 ബാറിന് ലൈസൻസ് നൽകാൻ തീരുമാനിച്ചു. ഇത് നിയമപരമായി ശരിയല്ല എന്നുള്ളതായിരുന്നു ഹർജിക്കാരന്റെ വാദം. അതായത് സ്റ്റേ നിലനിൽക്കെ ലൈസൻസ് അനുവദിക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ അഴിമതിയുണ്ട്. FL3 ലൈസൻസ് നൽകാൻ തീരുമാനിച്ച ഈ തീരുമാനത്തിന് പിന്നിൽ അഴിമതിയുണ്ട് എന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. ഏതായാലും ഇത് തിരുത്തണം, അല്ലെങ്കിൽ ഇതിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നുള്ളതായിരുന്നു ആവശ്യം. ഈ ആവശ്യം ഇപ്പോൾ വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ, അതായത് ഹർജിക്കാരൻ ഉന്നയിച്ചിരുന്ന പ്രതിപട്ടിക ഇങ്ങനെയാണ്: 1-ാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയൻ, 2 എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ, 3 ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ്, 4 എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്, ജോയിന്റ് എക്സൈസ് കമ്മീഷണർ സന്തോഷ്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നാരായണൻകുട്ടി, പഞ്ചായത്ത് സെക്രട്ടറി രജികുമാർ, ഈ പ്രസ്തുത ഹോട്ടലിന്റെ ഉടമ സുശീലൻ എന്നിവരെ പ്രതികളാക്കി കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. ഈ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. ഈ ആവശ്യം നിലനിൽക്കില്ല എന്നാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഹർജി തള്ളിയതോടുകൂടി സർക്കാർ ഇതുവരെ ബാറിന്റെ കാര്യത്തിലായാലും സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ, നടപടികൾ ഇതൊക്കെ വിജയകരം എന്ന് വേണ്ടേ പറയാൻ? തീർച്ചയായും. കാരണം ഈ ഹൈക്കോടതി തന്നെ ഈ ബാർ ലൈസൻസ് നൽകാനുള്ള ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റേ ഹൈക്കോടതി നൽകിയിരുന്ന സ്റ്റേ ഹൈക്കോടതി തന്നെ നീക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നടപടിക്രമങ്ങൾ പാലിച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിശക് സർക്കാരിന്റെ ഭാഗത്തുനിന്നോ എക്സൈസ് വകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായതായി കണ്ടെത്താൻ കഴിയില്ല. ഇത് ഹൈക്കോടതിയിൽ ഈ കേസ് പോവുകയും ഹൈക്കോടതി ഈ കാര്യത്തിൽ NOC നൽകിയ പഞ്ചായത്തിന്റെ നടപടി അംഗീകരിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നടപടിക്രമങ്ങളുടെ കാര്യത്തിൽ സർക്കാരിനോ എക്സൈസ് വകുപ്പിനോ പാളിച്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയില്ല. ഇപ്പോൾ ബിജു രമേശ് കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ബിജു രമേശ്, സർക്കാരിനെതിരെ ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജി വിജിലൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. ഏത് രീതിയിൽ കാണുന്നു താങ്കൾ ഈ വാർത്തയെ? 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകാമെന്നാണല്ലോ നിയമം നിലനിൽക്കുന്നത്. അപ്പൊ അതിന് ലൈസൻസ് നൽകുന്നതിനെതിരെ ചലഞ്ച് ചെയ്തുകൊണ്ട് കോടതി പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് വെറുതെ ഒരു ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി പലരും ചെയ്യുന്ന ഒരു പണിയായിട്ടേ കാണുന്നുള്ളൂ. അല്ല, നിലവിലുള്ള നിയമം അനുസരിച്ചാണല്ലോ ലൈസൻസ് നൽകിയത്. അല്ലാതെ ഔട്ട് ഓഫ് ദ വേയിൽ ലൈസൻസ് നൽകിയിട്ടുമില്ല. കൊടുത്തത് കറക്റ്റ് പ്രോപ്പറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിന് കോടതി പോയി, ഡിലേ വന്നതുകൊണ്ട് അവർ കോടതി പോയി. അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് അതിനെതിരെ ലൈസൻസ് നൽകിയ ഒരു കുഴപ്പവും നിയമപരമായിട്ട് കാണുന്നില്ല. എന്തായാലും സർക്കാരിനെതിരെ വലിയ ഒരു അഴിമതി ആരോപണങ്ങളാണ് ഇതിലൂടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്തായാലും അവരുടെയൊക്കെ വായടയ്ക്കാനായി എന്ന് പറയാൻ കഴിയുമോ? അഴിമതി കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ലൈസൻസ് തൊട്ട് തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുന്നതിന് പൈസ മേടിച്ചിട്ടാണ് നൽകിയിരുന്നത്. അപ്പൊ അത് വെച്ചിട്ടായിരിക്കാം എല്ലാവർക്കും തോന്നുന്നത് എല്ലാവരും ചെയ്യുന്ന അഴിമതിയാണെന്ന്. അവർ ചെയ്തിരുന്ന അഴിമതിയാണ്. ഇതിനു മുമ്പിലുള്ള ഗുരുദാസ് റാവു എക്സൈസ് മന്ത്രിയായിരുന്ന സമയത്ത് ഒരു ലൈസൻസിന് പോലും 1 രൂപ ആരും മാറ്റിയിട്ടുള്ള ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഒരു പൈസ മേടിക്കാതെയാണ് ലൈസൻസ് ആരെന്ന് പോലും അദ്ദേഹം കണ്ടിട്ടില്ല. വരുന്ന ആപ്ലിക്കേഷൻസ് അന്ന് തന്നെ അവിടെ നമുക്ക് ഫയലുകൾ പരിശോധിച്ചാൽ അറിയാം. അവിടെ വരുന്ന ആപ്ലിക്കേഷൻസ് അന്ന് തന്നെ അത് സാങ്ഷനായി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതേ സമയത്ത് കെ ബാബു എക്സൈസ് മന്ത്രിയായിരിക്കും വരുന്ന ആപ്ലിക്കേഷൻസിൽ 3-4 മാസം മന്ത്രിയുടെ ഓഫീസിൽ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. ചില ആപ്ലിക്കേഷൻസ് അന്നേ ദിവസം തന്നെ ഒപ്പിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അതാണ് അവിടെ വൈരുദ്ധ്യം വരുന്നത്.
പൈസ കൊടുക്കാത്തവരുടെ ആപ്ലിക്കേഷൻ മാസങ്ങളോളം കെട്ടിക്കിടക്കുന്നു. അവർ കോടതി ചെന്ന് ഉത്തരവ് വാങ്ങിച്ച് അതിനെ അപ്പീൽ പോകുന്നു. ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത്. അല്ലാതെ പൈസ കൊടുക്കുന്നവരുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ അന്ന് പോവുകയും ചില ആപ്ലിക്കേഷനൊക്കെ താഴത്തേക്ക് ഇവിടെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ കൊടുത്ത ആപ്ലിക്കേഷൻ തന്നെ 3 ദിവസം കൊണ്ടൊക്കെയാണ് ലൈസൻസ് ഗവൺമെന്റിൽ പോയിട്ട് ആയിട്ട് വരുന്നത്. നോർമലി 1 മാസം എടുക്കേണ്ട പ്രോസസ്സിംഗ് പോലും 3 ദിവസം കൊണ്ടാക്കിയ കൊടുത്ത ചരിത്രം വരെ കെ ബാബുവിന്റെ ചരിത്രത്തിലുണ്ട്. അപ്പൊ ഇതുകൊണ്ട് എല്ലാവരും അഴിമതിക്കാരാണെന്ന് പറയുന്നത് തെറ്റല്ലേ? അഴിമതി ചെയ്ത ബാബു ചെയ്തതുപോലെ എല്ലാവരും അതേ പ്രവൃത്തി തന്നെ ആവർത്തിക്കുമെങ്കിൽ ചെയ്തു എന്ന് പറയുന്നതിൽ എന്തർത്ഥം? അത് വെറുതെ ഒരു ഇത് വെച്ച് ഈ പഴയ ഇത് വെച്ച് ആവർത്തിച്ച് പറയുന്നെങ്കിൽ കാര്യമില്ല. എല്ലാവരും ബാബുവായി കാണരുത്. ബാബു എന്ന് പറയുന്ന ആളും ബാബു തന്നെയാ. അതിനേക്കാൾ എത്രയും മഹനീയമാണ്, എക്സ്ട്രീം ആയിരുന്നു ഗുരുദാസൻ സാഹബ്. ഗുരുദാസൻ സാഹബ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഇത്രയും ഒരു എക്സ്ട്രീം ആയിട്ടുള്ള എക്സൈസ് മന്ത്രിയെ എന്റെ ജീവിതത്തിൽ ഞാൻ മറ്റൊരാരെയും അതുമായി കമ്പയർ ചെയ്യാനില്ല. അത്ര കയ്യിൽ പരിശുദ്ധമായിട്ട് ഭരിച്ചൊരു മന്ത്രിയാണ് ഗുരുദാസ് മിനിസ്റ്റർ. ഇപ്പോഴും എക്സൈസ് ബാറിന് പൈസ ചോദിക്കുന്നു, അവരെ കണ്ടതായിട്ട് കൊടുത്തതായിട്ട് യാതൊരു അറിവും ഞങ്ങളുടെ അറിവിലില്ല. ഉണ്ടെങ്കിൽ പറയുന്നതിന് യാതൊരു മടിയുമില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ ബിജു രമേശ്. ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ബാർ ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ നൽകിയ ഹർജി വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നു. വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് നൽകിയത്.